ക്രിസ്തു അൻസങ് ഹൊങ്ങിനെ കുറിച്ച് ആദ്യമായി കേട്ടപ്പോൾ എനിക്ക് വലിയ ഞെട്ടലും ആവേശവും തോന്നി. ഞാൻ ഇതുവരെ പഠിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അത്ഭുതകരമായ കാര്യമായിരുന്നു അത്. എന്റെ ജീവിതകാലത്ത് ക്രിസ്തു വീണ്ടും വന്നുവെന്ന് ഞാൻ അറിയുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. എന്റെ കുടുംബം ബാപ്റ്റിസ്റ്റ് പള്ളിയിൽ പോയിരുന്നതുകൊണ്ട് സത്യം സ്വീകരിക്കുന്നതിന് മുമ്പ് ഞാനും 20 വർഷത്തിലേറെ അവിടെ പോയിരുന്നു. ഞായറാഴ്ച ആരാധന എല്ലാവർക്കും അറിയാവുന്ന ഒരു പാരമ്പര്യമാണ്. ഞാനൊരു വിശ്വസ്ത ക്രിസ്ത്യാനിയാണെന്ന് വിശ്വസിച്ച് എല്ലാ ഞായറാഴ്ചയും ആരാധനയ്ക്ക് പോയിരുന്നു. ക്രിസ്തീയ വിശ്വാസത്തിൽ വളർന്നപ്പോൾ യേശുവിനെ വിശ്വസിച്ച് പിന്തുടരുക, അവിടുന്ന് ജീവിതത്തിൽ നയിക്കും എന്ന് എന്നെ പഠിപ്പിച്ചു. അപ്പോൾ വിശ്വാസത്താൽ രക്ഷ എന്നു മാത്രമേ എനിക്ക് അറിയാമായിരുന്നുള്ളൂ. എന്നാൽ ഈ വിശ്വാസം ബൈബിളിന്റെ പഠിപ്പിക്കലുകൾക്കനുസരിച്ചുള്ളതല്ലെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ക്രിസ്തു അൻസങ് ഹോങ്ങിനെ കുറിച്ച് ആദ്യമായി കേട്ടപ്പോൾ എനിക്ക് വലിയ ഞെട്ടലും ആവേശവുമാണ് ഉണ്ടായത്. ഞാൻ ഇതുവരെ പഠിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അത്ഭുതകരമായ കാര്യമായിരുന്നു അത്. എന്റെ ജീവിതകാലത്ത് ക്രിസ്തു വീണ്ടും വന്നുവെന്ന് ഞാൻ അറിയുമെന്ന് കരുതിയിരുന്നില്ല. 20 വർഷത്തിലേറെ സഭയിൽ പോയി രണ്ടാമത് വരുന്ന ക്രിസ്തുവിനെ കുറിച്ച് പലതവണ കേട്ടിട്ടുണ്ടെങ്കിലും അവിടുന്ന് ഇതിനകം വന്നുവെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. ഇതറിഞ്ഞപ്പോൾ രണ്ടാമത് വരുന്ന ക്രിസ്തുവിനെ കുറിച്ചുള്ള ബൈബിളിലെ എല്ലാ പ്രവചനങ്ങളും പഠിപ്പിക്കലുകളും അറിയാൻ ഞാൻ ആഗ്രഹിച്ചു. ക്രിസ്തു അൻസങ് ഹോങ്ങിനെ സ്വീകരിക്കുന്നത് എളുപ്പമായിരുന്നില്ല. ക്രിസ്തു അൻസങ് ഹോങ് യഥാർത്ഥത്തിൽ ക്രിസ്തു ആണോ എന്ന് ഞാൻ ആദ്യം ചിന്തിച്ചു. തുടക്കത്തിൽ എന്റെ ചിന്ത ഞാൻ 100% അവിടുന്നിൽ വിശ്വസിക്കുന്നു എന്നായിരുന്നില്ല, മറിച്ച് എനിക്ക് ക്രിസ്തു അൻസങ് ഹോങ്ങിനെ നിഷേധിക്കാൻ കഴിയില്ല എന്നതായിരുന്നു. കാരണം ഞാൻ പഠിച്ചതെല്ലാം ബൈബിളിലുണ്ടായിരുന്നു. അതുകൊണ്ട് പഠനം തുടരണമെന്ന് ഞാൻ തീരുമാനിച്ചു. ക്രിസ്തു അൻസങ് ഹോങ് ജഡത്തിൽ വന്ന ദൈവമാണെന്ന് ഞാൻ ഒടുവിൽ തിരിച്ചറിഞ്ഞ ഏറ്റവും നിർണായക നിമിഷം കിഴക്ക് നിന്നുള്ള ദൈവത്തിന്റെ വരവിനെക്കുറിച്ച് പഠിച്ചപ്പോഴായിരുന്നു. അപ്പോസ്തലനായ യോഹന്നാന് യേശുവിൽ നിന്ന് വെളിപാട് ലഭിച്ച പത്മോസ് ദ്വീപിന് ദക്ഷിണ കൊറിയയിലെ ഇഞ്ചിയോണിന്റെ അതേ അക്ഷാംശമായിരുന്നു. ബൈബിൾ പറയുന്നത് പോലെ 1000 വർഷങ്ങൾക്ക് ശേഷം ക്രിസ്തു അൻസങ് ഹോങ് കൃത്യമായി കിഴക്ക് വന്നത് എങ്ങനെയാണ്? അതിനർത്ഥം നാം ബൈബിൾ പഠിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനും ദൈവത്തെ കണ്ടെത്താനുള്ള ശരിയായ വിശ്വാസം നേടാനും കഴിയൂ എന്നാണ്. ഇതിലൂടെ തക്ക സമയത്ത് ദൈവം അവിടുത്തെ രക്ഷയുടെ പദ്ധതി വെളിപ്പെടുത്താൻ സകലവും ക്രമീകരിക്കുന്നു എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. സത്യം പറഞ്ഞാൽ ക്രിസ്തു അൻസങ് ഹോങ്ങിനെ കുറിച്ച് പഠിച്ചതോടെ എന്റെ മുഴുവൻ ലോകവും കാഴ്ചപ്പാടും മാറി. ക്രിസ്തു അൻസങ് ഹോങ്ങിൽ വിശ്വസിക്കാൻ പ്രയാസമുള്ളവരോട് ഞാൻ പറയുന്നു, ദയവായി വൈകാതെ ഞങ്ങളോട് ചോദിക്കൂ. നിങ്ങൾക്ക് സംശയവും മടിയുമുണ്ടാക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് തിരിച്ചറിയുക. നിങ്ങളുടെ സംശയത്തിന്റെ ഉറവിടം കണ്ടെത്തി കഴിഞ്ഞാൽ ദയവായി ദൈവസഭ ലോകമിഷൻ സൊസൈറ്റിയിൽ വന്ന് ഒരു ബൈബിൾ പഠനത്തിലൂടെ ഉത്തരം നേടുക. ചോദ്യങ്ങളും സംശയങ്ങളും സാധാരണമാണ്, എന്നാൽ അവയെ എങ്ങനെ പരിഹരിക്കാമെന്നതാണ് പ്രധാനം. ബൈബിൾ പഠനത്തിലൂടെ മാത്രമേ ഇത് ചെയ്യാൻ കഴിയൂ. എനിക്കും ഇതേ ചോദ്യങ്ങളും സംശയങ്ങളും ധാരാളം ഉണ്ടായിരുന്നു. എന്നാൽ ദൈവസഭയോട് ചോദിച്ചപ്പോഴെല്ലാം അവർ ബൈബിളിലൂടെയാണ് ഉത്തരം നൽകിയത്. എന്നെപ്പോലെ ബൈബിളിലെ പ്രവചനങ്ങൾ സ്വയം പഠിക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ ആശങ്കകളും സംശയങ്ങളും മാറുമെന്ന് എനിക്കറിയാം. കാരണം എല്ലാ ഉത്തരങ്ങളും ബൈബിളിലുണ്ട്. ഞാൻ ദൈവസഭയിൽ പങ്കെടുക്കാൻ തുടങ്ങിയതിനു ശേഷം എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റം തീർച്ചയായും എന്റെ സ്വഭാവമാണ്. മുൻ സഭയിൽ ചെയ്യാതിരുന്ന ബൈബിൾ പഠനത്തിലൂടെ എന്നിൽ പെട്ടെന്നൊരു മാറ്റം വരുന്നത് ഞാൻ അനുഭവിച്ചറിഞ്ഞു. ഞാൻ മുൻകോപിയും അക്ഷമനുമായിരുന്നു, പ്രത്യേകിച്ച് എന്നോട് യോജിക്കാത്ത ആളുകളോട്. ഫലപ്രദമായി സംസാരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഞാൻ ഒതുങ്ങിക്കൂടുമായിരുന്നു. എന്നാൽ ദൈവസഭയിൽ വന്നപ്പോൾ എല്ലാം മാറി. അവരെന്നെ ഒരു കുടുംബാംഗത്തെ പോലെ കരുതി. എനിക്കിഷ്ടമുള്ളത് ചെയ്യുന്നതിന് പകരം മറ്റുള്ളവരെ പരിഗണിക്കാനും ഒരുമിച്ച് പ്രവർത്തിക്കാനും ഞാൻ പഠിച്ചു. കൂടാതെ മറ്റു യുവജനങ്ങളുമായി ആഴമേറിയതും അർത്ഥവത്തായതുമായ ബന്ധങ്ങൾ ഞാൻ വളർത്തിയെടുത്തു. വർഷങ്ങൾക്ക് ശേഷവും ഇന്നും തുടരുന്ന ബന്ധങ്ങളാണവ. പ്രയാസഘട്ടങ്ങളിൽ എന്നെ സഹായിച്ച ഉപദേശകരെ പോലെയുള്ള പലരുമായി ഞാൻ അടുപ്പത്തിലായി. ദൈവസഭയിലായിരിക്കാൻ എനിക്ക് ഈ അവസരം നൽകിയ എലോഹിം ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു.